എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CBSE 10ാം ക്ലാസ്സിൻ്റെ 2021 ടേം 1 ബോർഡ് എക്സാമിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നമ്മുടെ 2 ചാപ്റ്റേഴ്സിൻ്റെ MCQs അതൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം MCQs നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ചും NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് അത് ഷുവറായിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസാണ് എല്ലാ ബോർഡ് എക്സാമിനും. അപ്പം അത് കാണാത്തവരത് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബോർഡിൻ്റെ സാമ്പിൾ പേപ്പറാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ആഴ്ചയിലെ എക്സാമാണ്. അപ്പോൾ അതുവരെ നമുക്ക് പറ്റാവുന്ന അത്രയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ നിർബന്ധമായും ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലത്തെ സയൻസ് പേപ്പറിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെക്ഷൻ എയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ A, B, C ആണുള്ളത്. അപ്പം 90 minutes ആണ്. 24 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 20 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 20 എണ്ണം മാത്രമേ അവർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ ഈ 24 എണ്ണത്തിൽ 20 എണ്ണം, സെക്ഷൻ ബിയിൽ 24 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 20 ഉണ്ട്, 20 എണ്ണം അറ്റൻഡ് ചെയ്യണം. അതേപോലെ സെക്ഷൻ സിയിൽ 12 ക്വസ്റ്റ്യനിൽ 10 അത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കേസ് സ്റ്റഡിയും പിന്നെ നമ്മുടെ റീസണിങ് ആൻഡ് അസേർഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതായത് നമുക്ക് ശരിക്കും സയൻസിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഇന്നതിൽ ഇത്ര എഴുതണം എന്നൊന്നും ഇവിടെ നിർബന്ധമില്ല. പക്ഷേ ആദ്യം എഴുതുന്ന ക്വസ്റ്റ്യൻസ് അത്രയും നമ്പർ എണ്ണം മാത്രമേ അവർ വാല്യുവേഷൻ എടുക്കുള്ളൂ. അതെപ്പോഴും ഓർമ്മിക്കുക. ഓക്കെ, അറ്റംപ്റ്റ് എനി 20 questions from this section. The first attempted 20 questions would be evaluated. ആദ്യത്തെ 20 എണ്ണം മാത്രമേ ഇവാലുവേറ്റ് ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ 4 എണ്ണം എഴുതിയിട്ട് കാര്യമില്ല ബാക്കി. ഓക്കെ, അപ്പോൾ സെക്ഷൻ എയിൽ നോക്കിയപ്പം 8 questions ആണ് ഫിസിക്സ് എന്ന് വന്നിരിക്കുന്നത്. അപ്പം അതേ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫിസിക്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. Which of the following mirror is used by a dentist to examine a small cavity in a patient's teeth? ഒന്നും അല്ലേക്കൊണ്ട് നമുക്ക് എഴുതാം. എന്താണ് ആൻസർ? കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ഏതാണ് ഓപ്ഷൻ ഇവിടെ? കോൺകേവ് മിറർ. ഓക്കെ, ഡെന്റിസ്റ്റ്, ഡോക്ടേഴ്സ് മിറർ. അതല്ലാതെ നമ്മുടെ കോൺകേവ് മിററിൻ്റെ യൂസസ് വേറെ എന്തൊക്കെയാണ് നമുക്കറിയാം. കോൺകേവ് മിറർ ഡെന്റിസ്റ്റ് മിററാണ്, അതേപോലെ മേക്കപ്പ് മിററാണ് അല്ലേ. അപ്പോൾ അതായത് നമുക്ക് വലിയ മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് ഉണ്ടാകുന്ന പൊസിഷനാണ് എന്ത്? കോൺകേവ് മിററിൻ്റെ പോളിനും ഫോക്കസിനിടയിൽ. അതാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഡയഗ്രാം ഷോസ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ക്രീൻ ബൈ എ കൺവേർജിങ് ലെൻസ്? കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഇവിടെ എല്ലാത്തിലും തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഏതാണ് കറക്റ്റ് ഡയഗ്രാം? വിച്ച് ഡയഗ്രാം ഷോസ് ഇമേജ് ഫോർമേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ക്രീൻ ബൈ എ കൺവേർജിങ് ലെൻസ്? ആദ്യത്തെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ്, ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. 2 times ഫോക്കൽ ലെങ്ത്തിലാണ് എന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്? 2 times ഫോക്കൽ ലെങ്ത് ആണ്. അപ്പം ബിയോണ്ട് 2F ആണ് എന്ത് ഇമേജ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ഇവിടെ നോക്കി, ഇത് F അല്ല. നമുക്ക് സാധാരണ റേ പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ ഫോക്കസ് ആണ്. അപ്പോൾ ഇവിടെ 2 times ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റ്. ഇവിടെയും 2 times ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെ നോക്കൂ, റേ കമ്മിങ് പാരലൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഈസ് പാസിങ് ത്രൂ 2F. ഇത് 2F ആണ്. അത് നോക്കിയ ഉടനെ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഇവിടെയും നോക്കൂ, ഇവിടെ എന്താ പറയുക, ഇത് ഫോക്കസ് ആണോ എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വെറുതെ റാൻഡം ആയിട്ടാണ് ഒരു റേ വരച്ചിരിക്കുന്നത്. രണ്ടാമത്തതും തെറ്റ്. മൂന്നാമത്തത് റേ പാസിംഗ് ത്രൂ ദ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്. കറക്റ്റാണ്. റേ പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഇറ്റ് പാസസ് വിത്തൗട്ട് ബെൻഡിങ്. അതും കറക്റ്റാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഡി നമുക്ക് നോക്കാനില്ല. ഡി നോക്കൂ, എങ്ങനെയൊക്കെയോ റാൻഡം ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 19th one ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ മേക്ക് എ പാരലൽ ബീം ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്? ഒരു പോയിന്റ് സോഴ്സ് എന്നുള്ള ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ
പാരലൽ ബീം ആക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? കോൺകേവ് മിറർ ആസ് വെൽ ആസ് കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് മിറർ ആസ് വെൽ ആസ് കോൺകേവ് ലെൻസ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് മാത്രമാണ്, കോൺകേവ് ലെൻസും വെർച്വൽ ഇമേജ് മാത്രമാണ്. 2 പ്ലെയിൻ മിറേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ. അതും നമുക്ക് പാരലൽ ബീം പോയിന്റ് സോഴ്സ് എന്നുള്ള പാരലൽ ബീമായിട്ട് വരില്ല. കോൺകേവ് മിറർ ആസ് വെൽ ആസ് കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ ഓക്കെ, കോൺകേവ് ലെൻസ് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, കോൺകേവ് മിറർ ആസ് വെൽ ആസ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തവർക്ക് നമുക്കറിയാം, കോൺകേവ് മിറർ എടുത്തു കഴിഞ്ഞാൽ കോൺകേവ് മിററിൻ്റെ ഫോക്കസിലൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റേ ഓഫ് ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ വരും അല്ലേ? നമുക്ക് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നത് എന്താണ്? കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം എ കോൺകേവ് മിറർ. അപ്പോൾ നമുക്കൊരു ബീം ഓഫ് ലൈറ്റ് കിട്ടുകയാണ്. ഇനി കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ എന്ത് പറ്റും? കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇവിടെയാണ് ഫോക്കസ് എങ്കിൽ, ഫസ്റ്റ് ഫോക്കസ് എങ്കിൽ ഇവിടെ ഞാനൊരു സോഴ്സ് ഓഫ് ലൈറ്റ് വെക്കുകയാണ്, പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഇവിടെ നിന്നുള്ള ഒരു ലൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെന്താണ്? ലൈറ്റ് സപ്പോസ് ടു പാസ് ത്രൂ ദ ഫോക്കസ് അല്ലേ? അപ്പം അതെന്ത് പറ്റും? ഇറ്റ് എമർജസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതേപോലെ ഇറ്റ് എമർജസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം ഈ കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ വരുന്നത് വെച്ചാൽ പാരലൽ ബീം ഓഫ് ലൈറ്റ് കിട്ടും, കോൺകേവ് മിററിന് ആ സെയിം സൈഡിൽ കിട്ടും, കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ബീം ഓഫ് ലൈറ്റ് കിട്ടും പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത്. അടുത്തത്, കൺസിഡർ ദീസ് indices of refraction. Consider these indices of refraction. Glass 1.52, air 1.003 and water 1.333. Based on the refractive indices of 3 materials, arrange the speed of light through them in decreasing order. നമുക്കറിയാം refractive index of a medium is inversely proportional to the speed of light through that medium. അപ്പം refractive index of glass is equal to 1.52. Refractive index of air is equal to 1.0003. Refractive index of water is equal to 1.333. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാ ഏറ്റവും കുറവ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അപ്പം ചോദിക്കുന്ന ചോദ്യം എന്താ? അറേഞ്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദം ഇൻ ദ ഡിക്രീസിങ് ഓർഡർ. സ്പീഡിന് ഡിക്രീസിങ് ഓർഡറിൽ എഴുതണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും ഡിക്രീസിങ് ഓർഡറിൽ എഴുതണമെന്ന് വെച്ചാൽ മാക്സിമം സ്പീഡ് ഏതിലാണെന്ന് ആദ്യം എഴുതണം അല്ലേ? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണമെങ്കിൽ മാക്സിമം സ്പീഡ് ആദ്യം, പിന്നെ നെക്സ്റ്റ്. അപ്പം മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്തുകൊണ്ടാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ് ഇതിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാ? എയറിൽ. അതിലായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് മാക്സിമം. നെക്സ്റ്റ് വരുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷൻ സി. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഗ്രേറ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഗ്ലാസ്. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി if a beam of red light and beam of violet light are incident at the same angle on the inclined surface of a prism from air medium and produce angles of refraction R and V respectively, which of the following is correct? എന്താണ്? റെഡ് ലൈറ്റ്, ബീം ഓഫ് റെഡ് ലൈറ്റ് ആൻഡ് എ ബീം ഓഫ് വയലറ്റ് ലൈറ്റ് ആർ ഇൻസിഡൻറ്റ് അറ്റ് same angle on the inclined surface of a prism from air medium and produces angle of refraction R and V respectively. അപ്പം പ്രിസത്തിൽ വന്നിട്ട് ഒരേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് എന്ത് വരുന്നിരിക്കുന്നത്? പിന്നെ റെഡും വയലറ്റും വന്നിരിക്കുന്നത് ഒരേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പം നമുക്കറിയാം മാക്സിമം ഡീവിയേറ്റ് ആവുന്ന കളർ ഏതാണ്? വയലറ്റ് ആണ് അല്ലേ? റെഡിന് ലീസ്റ്റ് ഡീവിയേഷൻ ആയിരിക്കും. പിന്നെ വരുന്നത് വയലറ്റ് ആണ് എന്ത് ഇവിടെ വരുന്നത് അല്ലേ? ഇവിടെ നിന്ന് പിന്നെയും അവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്പേർഷൻ സംഭവിച്ചു കഴിഞ്ഞു. ശരി, അപ്പോൾ റെഡ് ഓൺ ദ ടോപ്പ് ആൻഡ് വയലറ്റ് അറ്റ് ദ ബോട്ടം.
അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. സെയിം ആംഗിൾ ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് എ പ്രിസം പ്രൊഡ്യൂസ് ആംഗിൾസ് ഓഫ് റിഫ്രാക്ഷൻ ആർ ആൻഡ് വി റെസ്പെക്റ്റീവ്ലി. അപ്പം ആറ് കാണാൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വരച്ചു കഴിഞ്ഞാൽ നോർമലിൽ നിന്ന് ഏതിലേക്കുള്ള ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ആണ് എന്ത്? ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് എടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളറിനാണ് എന്ത്? ഡീവിയേഷൻ കുറവ് വരുന്നത്. റെഡ് കളറിന് ഡീവിയേഷൻ കുറവ് വരുമ്പം നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് റെഡ് കളർ ഇസ് ലെസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ വയലറ്റ് കളർ എന്താണ്? അധികമായിരിക്കും. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് എന്ത്? ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, ആർ ഇസ് ലെസ് ദാൻ വി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ എബവ് ഫിഗർ ആൻഡ് സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. വൺ സ്മോൾ ബോക്സ് ഇൻ ദ ഫിഗർ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു കോൺകേവ് മിറർ കാണിക്കുന്നുണ്ട്. ഓരോന്നും ഓരോ സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3 അല്ലേ? 3 എണ്ണമാണ് എന്ത്? ഫോക്കസിലേക്ക് നമുക്ക് 3 കോളമാണ് അവിടെ കാണുന്നത്. അപ്പം 3 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അപ്പം നമുക്ക് ബിയിലും സിയിലും 3 കാണാൻ പറ്റും. ദ മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് -3 സെൻറ്റിമീറ്റർ ആൻഡ് വിൽ പ്രൊഡ്യൂസ് എൻ ഇമേജ് ഓഫ് മാഗ്നിഫിക്കേഷൻ -1 ആൻഡ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് +1. ആ 2 ഓപ്ഷൻസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. അപ്പോൾ ഇമേജ് വിൽ ബി അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ റിയൽ ഇൻവേർട്ടഡ്. റിയൽ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ -1 ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ -1. അപ്പം ഇവിടെ -1 മാഗ്നിഫിക്കേഷൻ വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. മിറർ ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 3 സെൻറ്റിമീറ്റർ ആൻഡ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് -1. എന്തുകൊണ്ടാ? ഇറ്റ്സ് ഇൻവേർട്ടഡ് ഇമേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രം നോക്കി നമ്മൾ കൺഫ്യൂഷൻ ആവാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫ്രം എയർ ടു ഗ്ലാസ് അറ്റ് ദ പോയിന്റ് O ഓൺ ദ ഹെമിസ്ഫെറിക്കൽ ഗ്ലാസ് സ്ലാബ്. ഇവിടെയാണ് എന്ത്? O ഉള്ളത്. ഇവിടെയാണ് O ചെറുങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് പോയിന്റ് O. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ. O എന്നുള്ള പോയിന്റ് എവിടെയാ? ഇവിടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമുക്ക് കാണാം ഈ റേ, ഇൻസിഡൻറ്റ് റേ നേരെ പോവാണ്. വിത്തൗട്ട് എനി ഡീവിയേഷൻ, വിത്തൗട്ട് എനി ബെൻഡിങ് അത് പോവുകയാണ്. അങ്ങനെ പോകുമ്പം അതെന്താണ്? നോർമൽ ഇൻസിഡൻസ് കണ്ടീഷനാണ്. നോർമൽ ഇൻസിഡൻസ് കണ്ടീഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. ഓക്കെ, അതുകൊണ്ടാണ് എന്ത്? റേ സ്ട്രെയിറ്റ് ആയിട്ട് പോയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്. നമ്മുടെ എക്സാംപ്ലർ ക്വസ്റ്റ്യനിലുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആണിത്. Prism ABC is placed in different orientations. A narrow beam of white light is incident on the prism as shown below. In which of the following diagrams, after dispersion, the third color from the top of the spectrum corresponds to the color of the sky? Third color from the top of the spectrum. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് സ്പെക്ട്രം ഉണ്ടാവുക? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഓൺ ദ ടോപ്പ് അല്ലേ? അപ്പം ഇങ്ങനെ എഴുതി കഴിയുമ്പം ഇത് നമ്മുടെ സാധാരണ ഒരു പ്രിസത്തിൽ നമ്മുടെ ഡയഗ്രാം 1 നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെയാണ് വരിക. റെഡ് മുകളിലും വയലറ്റ് താഴെയും. കളർ ഓഫ് ദ സ്കൈ എന്താണ്? ബ്ലൂ ആണ്. ബ്ലൂ വരണമെങ്കിൽ തേർഡ് കളർ ഫ്രം ദ ടോപ്പ് ബ്ലൂ വരണമെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം? ബി. അപ്പോൾ എന്ത് പറ്റും? ബി അത് തല തിരിച്ചു വെച്ചിട്ടുള്ള പ്രിസമാണ്. അപ്പം റെഡ് താഴെയും ഇതിൽ പ്രകാരം ഈ പ്രിസം വെച്ച ആ ഒരു സിസ്റ്റത്തിൽ റെഡ് താഴെയും വയലറ്റ് മുകളിലും വരും. അപ്പം തേർഡ് കളറ് ബ്ലൂ ആയിട്ട് വരും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് ആ എക്സാംപ്ലർ ക്വസ്റ്റ്യനിലെ ഷുവർ ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് ഇത്. ഓക്കെ, അടുത്തത് സെക്ഷൻ എ കഴിഞ്ഞു. നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിന് വന്നത്. അതേപോലെ സെക്ഷൻ ബിയിലും 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലും 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റംപ്റ്റ് എനി 20 ക്വസ്റ്റ്യൻസ് ഫ്രം ദി സെക്ഷൻ ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയ സബ്ജക്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന് അത് പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് 34th ക്വസ്റ്റ്യൻ റീസണിങ് ആൻഡ് അസേർഷൻ ഫിസിക്സ് ആണ്. അപ്പോൾ റീസണിങ് ആൻഡ് അസേർഷനിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അസേർഷനും റീസണും ഉണ്ടാവും. അപ്പം
അതിൽ ആൻസർ ചൂസ് ചെയ്യണം. നമ്മൾ ആദ്യം തീരുമാനിക്കണം 2 സെൻറ്റൻസും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അസേർഷൻ ആൻഡ് റീസണിങ് ട്രൂ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ, ഏതെങ്കിലും ഒന്ന് ഫാൾസോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നോക്കേണ്ടത് ട്രൂ ആണെങ്കിൽ തന്നെ റീസൺ എന്നുള്ളത് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫാക്ടറാണോ, അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ റീസൺ എന്ന് നോക്കുക. അപ്പോൾ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുന്നത് സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഇൻ ദ ഡേ ടൈം, കറക്റ്റാണ്. വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 7 കളേഴ്സ്, അതും ട്രൂ ആണ്. അപ്പം സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഇൻ ദ ഡേ ടൈം, ട്രൂ. വൈറ്റ് ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് 7 കളേഴ്സ്, അതും ട്രൂ ആണ്. പക്ഷേ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഇൻ ദ ഡേ ടൈം അതിൻ്റെ റീസൺ വൈറ്റ് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 7 കളേഴ്സ് അല്ല. ആ ബ്ലൂ കളർ വരുന്നത് എന്തുകൊണ്ടാണ്? സ്കാറ്ററിംഗ് ആണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ എക്സ്പ്ലനേഷൻ ഓഫ് എ. അല്ല, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്, എ ഇസ് ഫാൾസ് ബട്ട് ആർ ഇസ് ട്രൂ. അപ്പം സിയും ഡിയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. പക്ഷേ ആർ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ വി ഹാവ് ടു ഗോ വിത്ത് ദ ഓപ്ഷൻ ബി. ഓക്കെ, ഇത് ട്രിക്കി ആയിരിക്കും, നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് എഴുതണം. ഓക്കെ, അടുത്തത് പവർ വെച്ചിട്ട്, പവർ ഓഫ് ലെൻസ്. ഇഫ് പവർ ഓഫ് എ ലെൻസ് ഇസ് -4 diopters, then it means that the lens is, power of a lens is -4 diopter. -4 diopter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ 2 ഓപ്ഷനാണ്, എ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ -4 diopter, പി ഇസ് ഈക്വൽ ടു -4 diopter. അപ്പോൾ എന്താ കാണിക്കേണ്ടത്? ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു 1/f എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. F is equal to 1/p, that's equal to 1/-4, that is equal to -0.25 meters. Okay, -0.25 meter അല്ലെങ്കിൽ 25 centimeter, -25 centimeter ആണ്. അപ്പോൾ ഇവിടെ -25 centimeter വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ, ഇവിടെ കോൺകേവ് ഉണ്ട്, പക്ഷേ -50 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 25 വരുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. Rays from the sun converge at a point 15 cm in front of a concave mirror. Where should an object be placed so that size of its image is equal to the size of the object? അതായത് സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആവണമെങ്കിൽ നമുക്കറിയാം എന്ത്? ഒബ്ജക്റ്റ് ഷുഡ് ബി അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. The distance should be, object distance should be equal to the radius of curvature. Focal length, if focal length f is equal to 15 centimeter, concave ആണ്, then radius of curvature is equal to -30 centimeter. That means object should be kept 30 centimeter in front of the mirror. Option A. Okay, option A ആണ് എന്ത്? നമ്മുടെ correct answer. അടുത്ത question. If the real image of a candle flame formed by a lens is 3 times, വായിക്കുമ്പോൾ തന്നെ ഉറപ്പിച്ചുകൊണ്ട് പോകണം. If the real image of a candle flame formed by a lens is 3 times the size of the flame, അതായത് മാഗ്നിഫിക്കേഷൻ 3 ആണ്, -3 ആണ്, because it is real. M is equal to -3. And the distance between the lens and image, V is equal to 80 centimeter. It's a lens. Lens sambam real image on the other side. So V is positive. Okay. At what distance should the candle be placed from the lens? Object distance ആണ് കാണുന്നത്. അപ്പം M is equal to V by U, or U is equal to V divided by M. V എത്രയാണ്? 80. M -3. അപ്പം -80/3. അപ്പോൾ -80/3 സെൻറ്റിമീറ്റർ ഇതാ അവിടെ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഡയഗ്രാം തന്നിട്ടുണ്ട്. While looking at the above diagram, Nalini concluded the following. The image of the object will be a virtual one. The reflected ray will travel along the same path as the incident ray
but in opposite direction, the image of the object will be inverted. This is a concave mirror and hence the focal length will be negative. അപ്പം ഇതെന്താണ്? ഒരു കോൺകേവ് മിറർ ആണ്. ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ് ആണ്. ദ റേ ഓഫ് ലൈറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പം നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇവിടെ കറക്റ്റ് എന്ന് നോക്കാം. ഓക്കെ, the image of the object will be a virtual one. Alla, object between C and F, image beyond C, it is a real inverted image. Appam it's a virtual one, it is wrong. The reflected ray will travel along the same path as the incident ray but opposite direction. Correct ആണ്, center of curvature le kodeyana പോകുന്നത്. The image of the object will be inverted between C and F object ആണെങ്കിൽ beyond C real inverted ആണ്. Correct. This is a concave mirror and hence focal length will be negative. True. But 2, 3 and 4 are correct. Which of the above statements are correct? 2, 3 and 4. Option 2, 3 and 4. Option C ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡയഗ്രാം ബേസ്ഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാമ്പിളിൽ. നമുക്ക് എക്സാമിനും ഇതുപോലെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക. ഡയഗ്രാം നമ്മൾ തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, റിഫ്രാക്ഷൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. മീഡിയം 1, 2, 3 പിന്നെയും 1 കൊടുത്തിട്ടുണ്ട്. ഇൻ ദ എബവ് ഡയഗ്രാം ലൈറ്റ് ട്രാവലിംഗ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയ, ഇറ്റ് ഈസ് നോട്ടഡ് ബൈ എ സയൻറ്റിസ്റ്റ് ദാറ്റ് ആംഗിൾ 1 is equal to angle 3. Angle 1 is equal to angle 3 equal to angle 4. But 2 is less than 1. Angle 2 is less than angle 1. Which of the following statements would be correct? അപ്പോൾ 1ഉം 3ഉം 4ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്, 1ഉം 3ഉം സെയിം മീഡിയം ആണ്. നമുക്കറിയാലോ എയർ ടു ഗ്ലാസ്, ഗ്ലാസ് ടു എയർ. അങ്ങനെയാകുമ്പോഴല്ലേ നമുക്ക് ഈ രണ്ട് ആംഗിളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് വരുന്നത്. ഓക്കെ, അപ്പം 1 and 3 are same medium. അതേപോലെ നമുക്ക് ഇത് നോക്കാം. മീഡിയം 1 is denser than medium 3 but its density is equal to medium 2. മീഡിയം 1 is denser than medium 3. മീഡിയം അല്ല, അത് രണ്ടും സെയിം മീഡിയം ആണ്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ക്യാൻസൽ ചെയ്യാം. മീഡിയം 2 is the rarest medium. റെയറസ്റ്റ് മീഡിയം അല്ല. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ബെൻഡിങ് ടുവേർഡ്സ്. അപ്പോൾ റെയറർ ടു ഡെൻസർ ആകുമ്പോഴാണ് ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. ദ റേ ഓഫ് ലൈറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. അപ്പം അത് റെയറസ്റ്റ് മീഡിയം അല്ല. മീഡിയം 3 ഈസ് ഡെൻസർ ദാൻ മീഡിയം 1. മീഡിയം 3 ഈസ് ഡെൻസർ ദാൻ മീഡിയം 1 അല്ല, സെയിം ആണ്. എന്തുകൊണ്ടാണ്? ആംഗിൾ 1 is equal to ആംഗിൾ 3 എന്ന് തന്നിട്ടുണ്ട്. അത് സെയിം മീഡിയം ആണ്. അപ്പം നമുക്ക് ഇവിടെ പോകാൻ പറ്റുന്ന ഓപ്ഷൻ മീഡിയം 1 and 3 ആർ എസെൻഷ്യലി ദ സെയിം medium but medium 2 is denser than 1 and 3. medium 2 നോക്കൂ, rarer to denser bends towards the normal. ഇനി ഇവിടെ bend away from the normal ആണ് 3 എത്തുമ്പോഴേക്ക്. അപ്പം denser to rarer the ray will bend away from the normal. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് വരുന്നത് ഓപ്ഷൻ ഡി. Question 46. The refractive index of flint glass is 1.65 and that for alcohol is 1.36 with respect to air. What is the refractive index of flint glass with respect to alcohol? നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. refractive index of A with respect to B, that is equal to refractive index of A divided by refractive index of B. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിൻറ്റ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫ്ലിൻറ്റ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൽക്കഹോൾ. അത് 1.65 divided by 1.36, you will be getting 1.21 and the option is B, 1.21. ഫോർമുല ഓർമ്മിച്ച് വെക്കുക. refractive index of A with respect to B is equal to refractive index of A divided by refractive index of B. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരുന്നില്ല, പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The above lens has a focal length of 10 cm. The object of height 2 mm is placed at a distance of 5 cm from the pole. Find the height of the image. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. F is equal to plus 10 cm.
Object of height of object is equal to 2 millimeter is placed at a distance of 5 centimeter from the pole. So object distance is minus 5 centimeter. എല്ലാം സെൻറ്റിമീറ്റർ ആണ്, ഇത് മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റാം. മൈനസ് 0.2 സെൻറ്റിമീറ്റർ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? എല്ലാം സെൻറ്റിമീറ്ററിലായത് കാരണം നമുക്ക് സെൻറ്റിമീറ്ററിൽ എഴുതാം. ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജാണ് കാണേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് കാണണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ കാണണം. മാഗ്നിഫിക്കേഷൻ കാണണമെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് വേണം. അപ്പം 1/f is equal to 1/v minus 1/u. 1/v is equal to 1/f minus 1/u. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v എന്നുള്ളത് എന്ത് കിട്ടും? -10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. v -10 കിട്ടിയാൽ മാഗ്നിഫിക്കേഷനിൽ ഫോർമുല m is equal to v/u. that is equal to height of the image by height of the object. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് 4 millimeter എന്ന് കിട്ടും. 4 millimeter ഇവിടെ അതാ സിയിൽ ഓപ്ഷൻ ഉണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് സെക്ഷൻ സി ആണ്. 10 questions ഉണ്ടാവും. അതിൽ നമ്മൾ എന്താ പറയുക 12 question ഉണ്ടാവും. അതിൽ 10 എണ്ണം നമ്മൾ ആൻസർ ചെയ്യണം. ആ 10 എണ്ണം മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് 4 question ആണ് ഫിസിക്സ് വരുന്നത്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. Noor, a young scientist, was trying to demonstrate some properties of light in her science project work. She kept X inside the box, and with the help of a laser pointer, she made light rays pass through the holes on one side of the box. She had a small butter paper screen to see the spots of light being cast as they emerge. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണത് എന്താണ്? ഒരു ബോക്സിനകത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് അല്ല, ഒരു ഡിവൈസ്, നമ്മുടെ ലെൻസോ മിററോ പ്രിസമോ എന്തോ വെച്ചിട്ടുണ്ട്. നമ്മളത് കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ബട്ടർ പേപ്പർ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ സ്ക്രീനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, വാട്ട് കുഡ് ബി ദ എക്സ് ദാറ്റ് ഷീ പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബോക്സ് ടു മേക്ക് ദ റേസ് ബിഹേവ് ആസ് ഷോൺ. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? റേ 1 സൈഡ് ലാറ്ററൽ ഷിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ലാറ്ററൽ ഷിഫ്റ്റ് വരണമെങ്കിൽ എന്തായിരിക്കണം? ലാറ്ററൽ ഷിഫ്റ്റ് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ റെക്ടാങ്കുലാർ ഗ്ലാസ് ലാബാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ പാരലൽ സൈഡഡ് ഗ്ലാസ് ബ്ലോക്ക് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്യാം. അവിടെയാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്, സൈഡ് വൈസ് ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷീ മെഷേർഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ ബോത്ത് ദ റേസ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോക്സ് ടു ബി 48.6 degree. She knew the refractive index of the material X inside the box was 1.5. What will be the approximate value of angle of refraction? അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട് 48.6 ആൻഡ് അവർ പറഞ്ഞിട്ട് യൂസ് ദ വാല്യൂ സൈൻ 48.6 is equal to 0.75. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല അതിൻ്റെ വാല്യൂ. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് വാട്ട് വിൽ ബി ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പം നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്നെൽസ് ലോൻ്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണത്. sin I by sin R is equal to refractive index. So 1.5 is equal to sin 48.6 by sin R. 1.5 is equal to sin 48.6 0.75 തന്നിട്ടുണ്ട്. 0.75 by sin R. Sin R is equal to 0.7 by 0.5. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.5 ഇത് കിട്ടും. അപ്പം 0.5 എന്ന് വെച്ചാൽ 1/2. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.5 എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ 30 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹെർ ഫ്രണ്ട് നോട്ടഡ് ദ ഫോളോയിങ്. ഇതെല്ലാം ആ കേസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ഹെർ ഫ്രണ്ട് നോട്ടഡ് ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ഫ്രം ദിസ് ഡെമോൺസ്ട്രേഷൻ. ഗ്ലാസ് ഈസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ എയർ. ഈ ഡെമോൺസ്ട്രേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ലൈറ്റ് വന്ന് ഇവിടെ ബെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ഗ്ലാസ് ഈസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ എയർ. തെറ്റ്. ഗ്ലാസ് ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ. എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1.5. എയർ ആൻഡ് ഗ്ലാസ് allow light to pass through them with same velocity. അല്ല, ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ വെലോസിറ്റി ഡിഫറെൻ്റ് ആവും. എയർ ഈസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ ഗ്ലാസ്. ട്രൂ. Speed of light through a denser medium is faster than the speed of that of a rarer medium.
സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, അപ്പോൾ സ്പീഡ് കുറവായിരിക്കും. അപ്പം ഓപ്ഷൻ 4 റോങ്. The ratio sign of angle of incidence in the first medium to the ratio of sign of angle of refraction in the second medium gives the refractive index of the second material with respect to the first one. Correct. ഇതാണ് നമ്മുടെ സ്നെൽസ് ലോ. ഇനി ഇതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഏതെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ടോ? ഇല്ല. 3ഉം 5ഉം ആണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സും റോങ് ആണ്. 3ഉം 5ഉം എന്നുള്ള ഓപ്ഷൻ എവിടെയാണ് നോക്കൂ, ഇതാ D ആണ്. 3 and 5 are correct. In the last physics question from the sample paper, if the object inside the box was made of a material with refractive index less than 1.5, അതായത് ആ ഗ്ലാസ് ബ്ലോക്കിനെ കാണിയും ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ, ട്രാൻസ്പെറൻറ്റ് തന്നെ പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെറുതാണെങ്കിൽ, then lateral shift of the rays would have been less, lateral shift of the rays would have been more, lateral shift of the rays would remain the same as before. There is not enough information to comment on any of the above statements. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കേണ്ട ഒരു സൈഡിൽ കൊടുത്തിരിക്കുകയാണ് എക്സ്ട്രാ ആയിട്ട്. എത്ര പേര് നിങ്ങൾ വായിച്ചിരിക്കുന്ന അറിയില്ല. lateral shift is directly proportional to the refractive index. അപ്പം ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ഒരു മീഡിയം വെക്കുകയാണെങ്കിൽ ദ ലാറ്ററൽ ഷിഫ്റ്റ് ഓഫ് ദ റേസ് വുഡ് ഹാവ് ബീൻ ലെസ്. അതാണ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് അങ്ങനെ ഡയഗ്രാം ബേസ്ഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പിൾ പേപ്പർ നോക്കിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കണക്കായിട്ട് നമ്മൾ വായിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം 8+8 16, 16+4 20 മാർക്സിൻ്റെ നമുക്ക് ഇവിടുന്ന് ഫിസിക്സിന് തന്നെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ സാമ്പിൾ പേപ്പറിൽ വിഷ്വലി ഇമ്പയർഡ് പീപ്പിളിനുള്ള സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് അവർക്ക് മാത്രമുള്ളതാണ്. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതിന് അവർക്കുള്ള ചോയ്സ് ആണ് അവിടെ സാമ്പിൾ പേപ്പറിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സാം വരെ ഇനിയിപ്പോൾ 2 ആഴ്ചയേ ഉള്ളൂ. പറ്റാവുന്ന അത്രയും MCQs ആയിട്ട് ഞാൻ ക്ലാസ് ചെയ്യാം. അപ്പോൾ എല്ലാ MCQസും പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ 11th ക്ലാസ്സുകളും എൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, അടുത്ത വർഷത്തേക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എല്ലാം ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും MCQs ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.